വോട്ട് കിട്ടാത്തതിന് ഒരിക്കലും സമുദായങ്ങളെ കുറ്റം പറയരുത്. സമുദായങ്ങളുടെ വോട്ട് ചില സന്ദർഭത്തിൽ ലഭിക്കും, ചിലപ്പോൾ ലഭിച്ചില്ലാതെ വരും. ഇപ്പം ഞങ്ങൾക്കും ചില തെരഞ്ഞെടുപ്പിലൊക്കെ ചില സമുദായങ്ങളുടെ വോട്ട് ലഭിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് അതിനെയൊക്കെ അങ്ങ് തള്ളി പറയലാണോ? 100 വരെ കിട്ടുന്നുള്ളതിൽ ഒരു മാറ്റവും വരുത്തേണ്ട സാഹചര്യമില്ല. ഈ SIR പ്രകാരമുള്ള കണക്കനുസരിച്ച് വോട്ടർമാരുടെ എണ്ണം അവിടെ തന്നെ വട്ടിയൂർക്കാവിൽ തന്നെ പറഞ്ഞത് 45,000 വോട്ടർമാർ പുറത്തായി പോയിട്ടുണ്ട്. അപ്പോ ആ എണ്ണം കുറഞ്ഞതനുസരിച്ചുള്ള കൂടുതലാണ് പോളിംഗ് ഉണ്ടായിരിക്കുന്നത്. അതെങ്ങനെയാണ് ഒരു പോളിംഗ് തരംഗമായി മാറുന്നത്? ആളുകളുടെ ഒരു മനോഭാവം തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്. ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ആഗ്രഹം. ഞാൻ പറയാം, മറ്റേ ഈ SIRന് മുമ്പും വോട്ടിംഗ് ശതമാനത്തിൽ പലയിടത്തും ചിലയിടത്തൊക്കെ ക്യൂകൾ ഉണ്ടായിരുന്നെങ്കിലും തലസ്ഥാന നഗരിയിൽ അതാരും കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു ക്യൂ. ഞാൻ 2011 മത്സരിക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും കുറവ് വോട്ടിംഗ് ശതമാനം അവിടെയിരുന്നു. അന്ന് 70-ലേക്ക് എത്തിയിട്ടില്ല, 65% ആയിരുന്നു അന്ന്. പക്ഷേ SIRന് ശേഷം SIR തന്നെ പൂർണ്ണമാണെന്ന് ഞാൻ പറയുന്നില്ല. ജീവിച്ചിരിക്കുന്നവരുടെ വോട്ടൊക്കെ വിട്ടുപോയിട്ടുണ്ട്, ജീവിച്ചിരിപ്പില്ലാത്തവരുടെ വോട്ടും അതിൻ്റെ അകത്ത് കയറിയിട്ടൊക്കെ. എങ്കിലും അത് ഭരണമാറ്റത്തിൻ്റെ സൂചന തന്നെയാണ്. ഇത്രയും ആവേശത്തോടെ ജനങ്ങൾ വോട്ടെടുപ്പിൽ പങ്കെടുത്തു. പലയിടത്തും കോൺഗ്രസ് പ്രതീക്ഷ വച്ചിരുന്ന പല തെരഞ്ഞെടുപ്പുകളുമുണ്ട്, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം. പക്ഷെ അടിയൊഴുക്കുകൾ ഉണ്ടായി എന്നുള്ളത് താങ്കളുടെ പരാജയത്തിന് ഒരു കാരണമായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി വട്ടിയൂർക്കാവിൽ ഒരു അട്ടിമറി ഉണ്ടായിട്ടില്ല. കാരണം വട്ടിയൂർക്കാവിലെ ജനങ്ങൾ എനിക്ക് വിശ്വാസമുണ്ട്. അവരെ എനിക്കും അറിയാം, എനിക്ക് അവരെ അറിയാം. വട്ടിയൂർക്കാവിലെ ജനങ്ങളിലാണോ നേതാക്കളിലാണോ? വട്ടിയൂർക്കാവിലെ ജനങ്ങളിലാണ് എൻ്റെ പൂർണ്ണ പ്രതീക്ഷ. BJP കൗൺസിലർമാർ CPM-ന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടല്ലോ, അതപ്പം വോട്ടിംഗിൽ ബാധിച്ചിട്ടുണ്ടാവും? വോട്ടിങ്ങിൽ അതൊന്നും ഞങ്ങൾക്കെതിരായിട്ടൊന്നും വന്നിട്ടില്ല. കാരണം ജനങ്ങൾ എന്നെ പൂർണ്ണ വിശ്വാസം എടുത്തതുകൊണ്ട് അങ്ങനെ ഒരു അട്ടിമറി നീക്കം എവിടെയും ഫലിച്ചിട്ടില്ല. ആ വിശ്വാസം എനിക്ക് ഇന്നുകൊണ്ട് അടുത്ത 4-ം തീയതി കഴിഞ്ഞാലും ഉണ്ടാവും. ഇന്നലെ ഇപ്പോൾ ഷോൺ ജോർജും PC ജോർജും കത്തോലിക്ക സഭയ്ക്കെതിരെ വലിയ വിമർശനങ്ങളൊക്കെ തന്നെ ഉയർത്തിയിരുന്നു. ഇന്നിപ്പോ ദീപിക പത്രം അതിനെതിരെ ഒരു മുഖപത്രം എഴുതിയിട്ടുണ്ട്. അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത പോലത്തെ വിമർശനമാണ്. അത് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. BJP കേരളത്തിന് പുറത്ത് ആ സമുദായത്തിനോട് അവർ വെച്ച് പുലർത്തിയിട്ടുള്ള നിലപാട് കേരളത്തിലും അവർ കാണിച്ചു എന്ന് മാത്രം. ഇന്നിപ്പോ ഈ മുഖപ്രസംഗം പുറത്തു വന്നതിന് ശേഷം ഷോൺ ജോർജ് പറയുന്നത് ഈ ദീപിക പത്രത്തിന്റെ മുഖപ്രസംഗം തീരുമാനിക്കുന്നത് KC വേണുഗോപാലാണ്. ക്രൈസ്തവ സഭകളെയൊക്കെ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമമാണ്. ഞാൻ പറയാം, വോട്ട് കിട്ടാത്തതിന് ഒരിക്കലും സമുദായങ്ങളെ കുറ്റം പറയരുത്. സമുദായങ്ങളുടെ വോട്ട് ചില സന്ദർഭത്തിൽ ലഭിക്കും, ചിലപ്പോൾ ലഭിച്ചില്ലാതെ വരും. ഇപ്പം ഞങ്ങൾക്കും ചില തെരഞ്ഞെടുപ്പിലൊക്കെ ചില സമുദായങ്ങളുടെ വോട്ട് ലഭിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് അതിനെയൊക്കെ അങ്ങ് തള്ളി പറയലാണോ? എല്ലാ സഭകളുടെയും വോട്ട് ഇത്തവണ UDF-നുണ്ട്. ന്യൂനപക്ഷ ഭൂരിപക്ഷ സമുദായങ്ങളുടെ ഏകീകരണം ഇത്തവണ കേരളത്തിൽ UDF അനുകൂലമായിട്ടുണ്ടായിട്ടുണ്ട്.